ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. കാർ വേഗത്തിൽ ഓടുമ്പോൾ റിവേഴ്സ് ഗിയർ ഇട്ടാൽ. വേഗത്തിൽ കാർ ഓടുമ്പോൾ റിവേഴ്സ് ഗിയർ ഇട്ടാൽ എന്ത് സംഭവിക്കും? പലർക്കുമുണ്ട് ഈ സംശയം. പക്ഷേ ഇക്കാര്യം പരീക്ഷിച്ചു നോക്കിയവർ തന്നെ കുറവ്. ഗിയർ ബോക്സ് കേടാകുമെന്ന ഭയം തന്നെ കാരണം. എന്തായാലും സംശയം ഇനി മനസ്സിൽ കൊണ്ട് നടക്കേണ്ട. അമിത വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ റിവേഴ്സ് ഗിയറിലേക്ക് മാറിയാൽ എന്ത് സംഭവിക്കുമെന്ന് പരിശോധിക്കാം. വേഗത്തിൽ ഓടുമ്പോൾ റിവേഴ്സ് ഗിയർ ഇട്ടാൽ. ഒരു വാഹനത്തെ പിറകിലേക്ക് ഓടിക്കാനാണ് റിവേഴ്സ് ഗിയർ. അമിത വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ, ഉദാഹരണത്തിന് കാർ ഓടുന്ന 5-ാം ഗിയറിലാണെന്ന് കരുതുക. ഈ സമയത്ത് അറിഞ്ഞുകൊണ്ട് റിവേഴ്സ് ഗിയറിലേക്ക് മാറിയാലും ഗിയർ വീഴില്ല എന്നതാണ് വാസ്തവം. ആളുകളുടെ സുരക്ഷയും കൗതുകവും മുന്നിൽ കണ്ട നിർമ്മാതാക്കൾ തന്നെ ഇതിനു വേണ്ട മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. റിവേഴ്സ് ഇൻഹിബിറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. മുന്നോട്ട് പോകുന്നതിനിടെ റിവേഴ്സ് ഗിയറിലേക്ക് കടക്കാൻ റിവേഴ്സ് ഇൻഹിബിറ്റ് അനുവദിക്കില്ല. ഇത് വിപണിയിൽ എത്തുന്ന എല്ലാ കാറുകളിലും റിവേഴ്സ് ഇൻഹിബിറ്റ് ഫംഗ്ഷൻ ഇടം പിടിക്കുന്നുണ്ട്. ഇന്ന് വിപണിയിൽ എത്തുന്ന എല്ലാ കാറുകളിലും റിവേഴ്സ് ഇൻഹിബിറ്റ് ഫംഗ്ഷൻ ഇടം പിടിക്കുന്നുണ്ട്. റിവേഴ്സ് ഗിയറിലേക്ക് കടക്കാനുള്ള ഡ്രൈവറുടെ നിർദ്ദേശത്തെ റിവേഴ്സ് ഇൻഹിബിറ്റ് അവഗണിക്കും. കൃത്യമായ വേഗത്തിൽ എത്തിയാൽ മാത്രമേ റിവേഴ്സ് ഗിയർ വീഴാൻ ഈ ഫംഗ്ഷൻ അനുവദിക്കുകയുള്ളൂ. റിവേഴ്സ് ഇൻഹിബിറ്റ് ഫംഗ്ഷന്റെ ഭാഗമായി മാനുവൽ ഗിയർ ബോക്സുകളുടെ ഷിഫ്റ്റ് മെക്കാനിസത്തിൽ പ്രത്യേക പൂട്ടുകൾ നിർമ്മാതാക്കൾ ഒരുക്കിയിട്ടുണ്ട്. സാധാരണ വേഗത്തിൽ കാർ ഓടുമ്പോൾ റിവേഴ്സ് ഗിയറിൽ ഉള്ളിൽ നിന്നും പൂട്ടിയ നിലയിലായിരിക്കും. മനഃപൂർവ്വം ഗിയർ ലിവർ റിവേഴ്സ് ഗിയറിലേക്ക് ഇടാൻ ശ്രമിച്ചാൽ പോലും വീഴില്ല. ഇനി ശക്തി ഉപയോഗിച്ച് ഈ പൂട്ടിനെ മറികടക്കാം എന്ന് കരുതിയാൽ ഗിയർ ബോക്സ് മുരളും. ഇത് മുന്നറിയിപ്പ് കൂടിയാണ്. പഴയ കാറുകളിൽ ചിത്രം മാറും. റിവേഴ്സ് ഇൻഹിബിറ്റ് ഫംഗ്ഷൻ ഒട്ടുമിക്ക പഴയ കാറുകളിലുമില്ല. അതുകൊണ്ട് പഴയ കാറിലാണ് ഈ പരീക്ഷണം നടത്തുന്നതെങ്കിൽ ഗിയർ ബോക്സ് കേടാകുമെന്ന് 100% ഉറപ്പ്. സാധാരണ വേഗത്തിലാണ് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് റിവേഴ്സ് ഗിയറിലേക്ക് മാറാൻ ശ്രമിക്കുന്നതെങ്കിൽ എഞ്ചിൻ കുത്തി നിൽക്കും. ഈ അവസരത്തിൽ സിനിമകളിൽ കാണുന്നത് പോലെ ടയറുകൾ ലോക്ക് ചെയ്യപ്പെടുകയോ തെന്നിപ്പോവുകയോ ചെയ്യില്ല. പകരം കാറിന് വേഗത കുറയും. ശേഷം ഗിയർ ബോക്സ് ന്യൂട്രൽ എന്ന പോലെയാണ് പെരുമാറുക. അതേസമയം ഗിയർ ബോക്സ് ഘടകങ്ങളെ ഈ നടപടി സാരമായി ബാധിക്കും. റിവേഴ്സ് ഗിയറിൽ കുറേ നേരം ഓടിച്ചാൽ. റിവേഴ്സ് ഗിയറിൽ എത്ര ദൂരം കാറിന് സഞ്ചരിക്കാൻ സാധിക്കും? പാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കാറിനെ മുന്നോട്ടെടുക്കാൻ വേണ്ടി മാത്രമാണ് മിക്കവരും റിവേഴ്സ് ഗിയറിനെ ആശ്രയിക്കാറ്. പാർക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സ് ഗിയറിൽ തുടരാൻ കാറിനെ നാം അനുവദിക്കാറില്ല. റിവേഴ്സ് ഗിയറിൽ തുടരുന്നത് കാറിന് ദോഷം ചെയ്യുമോ? ചിലർക്കെങ്കിലും സംശയമുണ്ടാകും. റിവേഴ്സ് എത്ര ദൂരം വേണമെങ്കിലും പിന്നിടാം. 1-ാം ഗിയറിൽ മുന്നോട്ട് നീങ്ങുന്നത് പോലെ തന്നെയാണ് റിവേഴ്സ് ഗിയറിൽ പിന്നോട്ടുള്ള സഞ്ചാരം. പിന്നിലേക്ക് ആകെ ഒരു ഗിയർ മാത്രമുള്ളതിനാൽ നിശ്ചിത വേഗത പാലിച്ചില്ലെങ്കിൽ കാർ ഓഫാകുമെന്നത് മാത്രം. എന്നാലും റിവേഴ്സ് ഗിയറിൽ തുടരുന്നത് കാറിന് ദോഷം ചെയ്യുമോ? മുന്നിലേക്ക് നീങ്ങാൻ അനുയോജ്യമായ രൂപഘടനയാണ് കാറുകൾക്കെല്ലാം. ആവശ്യമായ സന്ദർഭങ്ങളിൽ കാറിനെ പിന്നോട്ട് നീക്കാൻ സഹായിക്കുകയാണ് റിവേഴ്സ് ഗിയറിന്റെ ലക്ഷ്യം. കുറഞ്ഞ വേഗതയിലും ആവശ്യമായ ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ റിവേഴ്സ് ഗിയറിന് സാധിക്കും. എന്നാൽ മറ്റു ഗിയറുകളെ അപേക്ഷിച്ച് റിവേഴ്സ് ഗിയറിന് ഈടുനിൽപ്പ് കുറവാണ്. സാധാരണഗതിയിൽ റിവേഴ്സ് ഗിയറിൽ കാർ സഞ്ചരിക്കാറ് വളരെ കുറവാണ്. അതിനാൽ പതിവില്ലാത്ത കുറച്ചേറെ നേരം കാർ പിന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ റിവേഴ്സ് ഗിയർ ഘടകങ്ങൾ അധിക സമ്മർദ്ദം അനുഭവപ്പെടും. ഇതിനു പുറമെ എഞ്ചിൻ താപവും ശബ്ദവും വർദ്ധിക്കും. പിന്നിലേക്ക് നീങ്ങുമ്പോൾ ഒരു ഗിയറിൽ മാത്രമാണ് കാറിന്റെ സഞ്ചാരം. ഏറെ ദൂരം റിവേഴ്സ് ഗിയറിൽ സഞ്ചരിക്കുമ്പോൾ RPM ഉയരുമെന്നതാണ് പ്രധാന പ്രശ്നം. എഞ്ചിൻ താപം ക്രമാതീതമായി വർദ്ധിക്കുന്നതിന് ഇത് ഇടവരുത്തും. അതുകൊണ്ട് ഏറെ ദൂരം റിവേഴ്സ് ഗിയറിൽ തുടരുമ്പോൾ വാൽവ് ട്രെയിൻ, പിസ്റ്റൺ റിങ്ങുകൾ, ക്യാം ഷാഫ്റ്റുകൾ പോലെയുള്ള ഘടകങ്ങളിൽ തകരാർ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ശീലം പതിവെങ്കിൽ കാലക്രമേണ എഞ്ചിനും ഗിയർ ബോക്സിനും തകരാർ സംഭവിക്കും.